ലോകകപ്പിൽ ഇക്കുറി കാണികളുടെ എണ്ണം റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നുണ്ട്. ഉയർന്ന ടിക്കറ്റ് നിരക്കടക്കം പ്രതികൂലമാകുമെന്ന് കരുതിയിടത്താണ് കാണികളുടെ കുത്തൊഴുക്ക്. മനീഷ് ഏഷ്യാനെറ്റ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. ഫിഫ ലോകകപ്പിന് മാസങ്ങൾ മുമ്പ് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം അമേരിക്കയിലെ കാണികളാണ്. ലോകകപ്പ് ആവേശവും നിറഞ്ഞ സ്റ്റേഡിയങ്ങളും ഉണ്ടാകുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക. അതിനു പിന്നിൽ ശക്തമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കയുടെ കർശനമായ വീസ നയമായിരുന്നു ആദ്യത്തെ ആശങ്ക. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർക്ക് വീസ ലഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. പലർക്കും വീസ നിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ചില രാജ്യങ്ങളിലെ ആരാധകർക്ക് അഭിമുഖ തീയതി ലഭിക്കുന്നതിൽ പോലും വലിയ കാലതാമസം നേരിട്ടു. ഇതോടെ ട്രാവലിംഗ് ഫാൻസിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഉയർന്ന ടിക്കറ്റ് നിരക്കായിരുന്നു മറ്റൊരാശങ്ക. മുൻ ലോകകപ്പുകളെ അപേക്ഷിച്ച് പല മത്സരങ്ങൾക്കും പ്രത്യേകിച്ച് നോക്കൌട്ട് ഘട്ടത്തിൽ ടിക്കറ്റ് വില വളരെ കൂടുതലായിരുന്നു. ഡൈനാമിക് പ്രസിംഗ് സംവിധാനവും ഹോസ്പിറ്റാലിറ്റി പാക്കേജുകളുടെ ഉയർന്ന നിരക്കും ആരാധകരുടെ പ്രതിഷേധത്തിനിടയാക്കി. ഇത്രയും ഉയർന്ന വിലയിൽ സ്റ്റേഡിയങ്ങൾ നിറയില്ലെന്നായിരുന്നു പലരുടെയും പ്രവചനം. അമേരിക്കയുടെ ഫുട്ബോൾ സംസ്കാരമായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച. ഫുട്ബോളിനേക്കാൾ ഏറെ റഗ്ബിയെ സ്നേഹിക്കുന്നവരാണ് അമേരിക്കക്കാർ. ഫുട്ബോൾ അവർക്ക് സോക്കർ മാത്രമാണ്. സോക്കർ ലീഗുകൾ വളർന്നിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇപ്പോഴും പരമ്പരാഗത ഫുട്ബോൾ രാജ്യമല്ലെന്നും ചെറിയ ടീമുകളുടെ മത്സരങ്ങളിൽ കാണികൾ കുറയുമെന്നുമായിരുന്നു വിമർശകരുടെ വിലയിരുത്തൽ. എന്നാൽ വിമർശനങ്ങളും ആശങ്കകളും കളത്തിന് പുറത്തു നിൽക്കുന്നതാണ് ഫുട്ബോൾ ലോകം അമേരിക്കയിൽ കണ്ടത്. ലോകകപ്പ് തുടങ്ങിയതോടെ എല്ലാ പ്രവചനങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞു. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ സ്റ്റേഡിയങ്ങൾ ഓരോ മത്സരം കഴിയും തോറും നിറഞ്ഞുകൊണ്ടേയിരുന്നു. ഉയർന്ന ടിക്കറ്റ് നിരക്കും വീസ സംബന്ധമായ വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും പല വേദികളിലും കാണികളുടെ സാന്നിധ്യം 99%-ലേറെയായിരുന്നു. കാണികളുടെ എണ്ണത്തിൽ ചരിത്രം കുറിച്ചാണ് ഇക്കുറി ലോകകപ്പ് കലാശപ്പോരിനൊരുങ്ങുന്നത്. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാണികൾ എത്തിയ ലോകകപ്പ്. 102 മത്സരങ്ങളിൽ നിന്നായി 65 ലക്ഷത്തിലധികം ആരാധകർ വിവിധ സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകിയെത്തി. 1994 അമേരിക്കയിൽ തന്നെ നടന്ന ലോകകപ്പിലെ 35.87 ലക്ഷം കാണികൾ എന്ന റെക്കോർഡാണ് മറികടന്നത്. കൂടാതെ ഒരു ദിവസം ലോകകപ്പിലേക്ക് ഒഴുകിയെത്തിയ കാണികളുടെ എണ്ണത്തിലും ഇക്കുറി റെക്കോർഡ് തിരുത്തി. അമേരിക്കയുടെ കർശന നിയന്ത്രണങ്ങൾക്കിടയിലും വൻ വിജയത്തിന് പിന്നിൽ കാരണങ്ങൾ നിരവധിയാണ്. 48 ടീമുകൾ പങ്കെടുത്ത ആദ്യ ലോകകപ്പായതിനാൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് ആരാധകരെത്തി. 3 ആതിഥേയ രാജ്യങ്ങളിലായി നടന്ന മത്സരം യാത്രയും സൗകര്യങ്ങളും കൂടുതൽ വിപുലമാക്കി. അതിനൊപ്പം അമേരിക്കയിലെയും കാനഡയിലെയും വലിയ കുടിയേറ്റ സമൂഹങ്ങൾ സ്വന്തം രാജ്യങ്ങളുടെ ടീമുകൾക്ക് വൻ പിന്തുണ നൽകിയതും പ്രാദേശിക ആരാധകരുടെ പങ്കാളിത്തവും ലോകകപ്പിനെ ഉത്സവ അന്തരീക്ഷം നൽകി. ഉയർന്ന ടിക്കറ്റ് നിരക്കിനോ നിയന്ത്രണങ്ങൾക്കോ കാണികളെ തടയാനായില്ല. സ്റ്റേഡിയങ്ങൾ നിറച്ച ലോക ഫുട്ബോളിന്റെ ആഗോള ജനപ്രീതി ഒരിക്കൽ കൂടി തെളിയിച്ചാണ് ചരിത്രം സൃഷ്ടിച്ച കാഴ്ചക്കാരുമായി 2026 ലോകകപ്പിന് തിരശ്ശീല വീഴുന്നത്.